നമ്മളെ വെള്ളടി തുടങ്ങിയാണ്. രാവിലെ പറമ്പിനെ സ്നേഹിച്ചാ പറമ്പ് നമ്മളെ സ്നേഹിക്കുന്നേ. എന്നാരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ എല്ലാ പറമ്പിലും പോലും സ്നേഹം കാണിക്കരുതിട്ടാ, സ്വന്തം പറമ്പിന് മാത്രം സ്നേഹിക്കേ. ആദ്യമൊക്കെ ഞാൻ എന്റെ വീട്ടിലത്തെ ചെടികളും ഗാർഡനും മാത്രം നോക്കിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഈ തെങ്ങിനും വാഴക്കും കഴുകനൊക്കെ നനച്ചെങ്കിലാണ് നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂന്നേ. അണ്ടിക്കാരൻ വീട്ടിൽ വന്നപ്പോൾ ഉള്ള അണ്ടിയും പറക്കി വിറ്റ് കാശും കിട്ടി. കുറച്ച് തേങ്ങ ഉണ്ട്. ഇവനെ നമുക്ക് ഇവിടെ നാട്ടിൽ തന്നെ ചെറിയൊരു മില്ലുണ്ടേ, അവിടെ കൊണ്ടുകൊടുത്ത കുറച്ച് കാശും കിട്ടും, ബാക്കി വെളിച്ചെണ്ണയും കിട്ടും. മില്ലിക്ക വിളിച്ച് പറഞ്ഞാൽ ഇടയ്ക്ക് എവിടെ ഉണ്ടെങ്കിലും ഇവരൊന്ന് എടുത്തോണ്ടൊക്കെ ചെയ്യും. പണി തിരക്കിന്റെ ഇടയിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നമ്മളാ കൊണ്ടുകൊടുക്കാണ്, നമ്മള് പോണ വഴിയാണിത്, അതുകൊണ്ടാ കൊണ്ടുകൊടുക്കണട്ടാ. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ ഇടയ്ക്കൊരു ബീച്ച് റോഡിലുള്ള ലീമ മില്ല്. എന്റെ കാറിൽ നിന്ന് തേങ്ങ പൊക്കി കൊടുത്തോണ്ടോ ഈ ബാഹുബലിട്ടാ ഇർഷാദ് ക. ഈ സാമ്രാജ്യത്തിന്റെ മൊത്തം അധിപനാണ്. നമ്മള് കൊടുക്കുന്ന തേങ്ങക്കുള്ള വില തരല് മാത്രല്ല അവിടെ, കൊടുക്കണ തേങ്ങ ആട്ടി ഉണക്കി കൊപ്പരാക്കി വെളിച്ചെണ്ണാക്കി തരും. അതിനുള്ള വലിയ വലിയ മെഷീനുകളുണ്ട്. 1000 കൊപ്പര വരെ ആക്കാൻ പറ്റിയ മെഷീൻ അത്ര ഇത്. നമ്മൾ എത്ര വെയിലത്തിട്ടാലും ഉണങ്ങി കിട്ടാത്ത തേങ്ങട്ടാ ഒരു ഒറ്റ ദിവസം കൊണ്ട് കൊപ്പരാക്കി തരുന്നുള്ളത്. സൂര്യനക്ക് ഈ കൊടിക്കണാവോ. അരി മേടിച്ചു കൊടുത്താൽ മാത്രം മതി, കഴുകി പൊടിച്ച് വറുത്താ തരും. അല്ലെങ്കിൽ ധാന്യങ്ങൾ പൊടിപ്പിക്കാൻ തന്നെയല്ലേ മില്ല്. പൊടിച്ചു വെച്ച് മേടിച്ചുകൊണ്ട് അവന് പറ്റൂടെ. നമ്മുടെ നാട്ടിന്റെ പൾസ് മനസ്സിലാക്കി ഇറക്കിയ മെഷീനാട്ടത്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണ പുട്ടിന്റെ പൊടി ഉണ്ടാക്കുന്ന മെഷീനാണത്. ഈ ഋഷായ്ക്ക് ഇല്ലാടി തന്നെ ഇവിടെ അവരുടെ സംസാരിച്ചപ്പോഴാ മനസ്സിലായേ ഏതൊരു സാധാരണക്കാർക്ക് തുടങ്ങാൻ പറ്റിയ സംരംഭങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടില്. പക്ഷെ നമ്മളാരും ശ്രമിക്കണില്ലാന്നേ. ഇതിനൊക്കെ ആയിട്ട് ഒരുപാട് ലോൺ ഫെസിലിറ്റീസ് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. PMEGP സ്കീം 3.5 വർഷം കഴിഞ്ഞു. പിന്നെ അതിന്റെ ഇൻസ്പെക്ഷൻ വരുന്നതിന്റെ മുന്നായിട്ട് ഇവിടെ വെക്കേണ്ട ഫ്ലെക്സ് ബോർഡാണ്. ഇപ്പൊ ഞാൻ എന്റെ സംരംഭം തുടങ്ങുന്നത് തന്നെ ഈ PMEGP ലോൺ വഴി എടുത്തിട്ടാണ്. അതിപ്പോ 3.5 വർഷം ആവാനായി ക്ലോസിംഗ് നടക്കുകയാണ്. ഇപ്പൊ രണ്ടാമത് ഞാൻ PMFME എന്ന് പറഞ്ഞിട്ടൊരു ലോൺ കൂടെ എടുത്തിട്ടാണ് ഞാൻ എന്റെ വെളിച്ചെണ്ണ മില്ലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതുപോലെ തന്നെ സ്മാം എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രകാരമാണ് എന്റെ വേറെ 1-2 മെഷീനൊക്കെ ഞാൻ എടുത്തത്. അപ്പോ ഈ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത്തരം ലോണുകളെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ബാങ്കുമായിട്ടും വ്യവസായ ഓഫീസുകളുമായി സംസാരിച്ച് നമ്മൾ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുള്ളവർ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തരാൻ വേണ്ടി. ഓക്കെ, അപ്പോ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മൂപ്പർ മാത്രം ബന്ധപ്പെട്ടാൽ മതിട്ടാ. മൂപ്പർ നമ്പർ അടി കൊടുക്കേണ്ടത്. ഇതിന്റെ ഒരു രണ്ടാമത്തെ പാട്ട് വീഡിയോ അത് എന്തായാലും ഉടനെ വരും. ഇമാതിരി ലോണുകളെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാന്നേ. പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് ഉപകാരപ്പെടട്ടേന്നേ.